സംസ്ഥാനത്തുടനീളം രൗദ്രഭാവം പൂണ്ട് മഴ കനത്തപ്പോൾ 7 പേരാണ് കെടുതിയിൽ മരിച്ചത്. ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. മഴയിലും കാറ്റിലും സംസ്ഥാനത്തുടനീളം കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ, കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, തൃശ്ശൂരിൽ നിന്ന് YS അഭിനന്ദ്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് എന്നിവർ തത്സമയം എനിക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. സംസ്ഥാനത്തുടനീളം വിനാശകാരിയായിരുന്നു ഇന്ന് രൗദ്രഭാവം പൂണ്ട മഴയെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം തിരുവനന്തപുരത്തെ മഴയുടെ സാഹചര്യവും മുന്നറിയിപ്പിനെക്കുറിച്ചും കാലാവസ്ഥാ മുന്നറിയിപ്പിനെക്കുറിച്ചും പറയാൻ അജീഷ് ജയകുമാർ ചേരുന്നു. പ്രൈം ടൈമിലേക്ക് അജീഷ്, സ്വാഗതം. പറയൂ വിവരങ്ങൾ. എന്തായാലും ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയായിരുന്നു. ഇന്ന് വൈകിട്ട് വരെ തലസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തിന് ശേഷം തലസ്ഥാന നഗരത്തിലും മലയോര മേഖലകളിലുമൊക്കെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വീടുകളിലേക്കും അല്ലാതെ വൈദ്യുതി പോസ്റ്റുകളിലുമൊക്കെ മരമൊടിഞ്ഞു വീഴുന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കടലാക്രമണം രൂക്ഷമായിരുന്നു. തീരദേശ മേഖലയിലെ പല വീടുകളിലും വെള്ളം കയറുന്ന സംഭവം അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിന് ശേഷം മഴ ഒരല്പം ശമിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തിന് ശേഷം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയും ഈ മഴ മുന്നറിയിപ്പ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ നാളെയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ അടക്കം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.